എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്നത് ഞാൻ ഉറങ്ങാതിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം. എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ ഉറങ്ങാം. അതിനിപ്പോ ഈ പുള്ളിയല്ല, ഇനി പുള്ളിയുടെ വേറെ ആരെങ്കിലും വന്ന് ഉറങ്ങുന്ന പറഞ്ഞ രീതി തന്നെ. എനിക്ക് ഉറക്കം വന്നാൽ ഞാൻ ഉറങ്ങണം, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഓട്ടത്തിൽ ഇപ്പൊ ഞാൻ ആനെ കൊണ്ട് പോകുന്ന സമയത്തായെങ്കിൽ പോലും ഞാൻ വരുന്ന സമയത്ത് എനിക്ക് കണ്ണിൽ ഉറക്കം വരുവാണെങ്കിൽ ഞാൻ അപ്പോൾ വണ്ടി തഴിയാക്കും, ഉറങ്ങും. ഉറക്കം കഴിഞ്ഞ് ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് 5 മണിക്കൂർ 6 മണിക്കൂറൊന്നും കിടന്നുറങ്ങത്തില്ല. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കിടന്നുറങ്ങും. അപ്പോഴേ നമ്മൾ എവിടെയെങ്കിലും കട നിർത്തി ഒന്ന് മുഖം കഴി ഒരു ചായ എല്ലാം കുടിക്കും, വണ്ടി എടുത്ത് അപ്പോഴേ വിടും. ഞാൻ അവിടെ താഴെ നിന്ന് കയറി വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ല, മാക്സിമം 11 മണി, അതിനപ്പുറം വണ്ടി ഓടത്തില്ല. നമ്മൾ സൈഡാക്കും, ആനയെ ഇറക്കും. അതെ, കാരണം നമുക്ക് തന്നെ ഈ വെയിൽ സമയത്ത് ഒരുപാട് തളർച്ച വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ആനയ്ക്ക് ഉറപ്പായിട്ടും നമ്മളകത്ത് ഫാനും ഇട്ടിരുന്ന് പോയിട്ട് ആ പാവം പിടിച്ചതിനെ പേരും വെയിലത്ത് നിർത്തിയിട്ട് വല്ല കഥയുണ്ടോ? ഒന്നാമത് ഇതിന്റെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് തകിടാ. തടിയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, പക്ഷെ തടി നമുക്ക് ഉപയോഗിച്ച് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. കാരണം ആനയുടെ ഇരണ്ടോ മൂത്രമൊക്കെ വീണ് കഴിയുമ്പോഴത്തേനും അത് പെട്ടെന്ന് നാശമാവും. അപ്പൊ ഈ ഇരുമ്പായതുകൊണ്ട് വെയിലടിക്കുമ്പോഴത്തേനും ഇത് പഴുക്കും. ഈ 4 നടയാമരം ചവിട്ടിയല്ലേ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അതിനുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഏകദേശം ഇപ്പൊ 2 മണിക്കൂറോളം 2 മണിക്കൂർ പുറത്തായി. ഇപ്പൊ 2 മണിക്കൂർ എന്തായാലും നമ്മൾ ഇനി ഉച്ച കഴിഞ്ഞിട്ട് തണലായിട്ട് നമ്മളൊരു നല്ല തണുപ്പായിട്ട്, അതായത് ഒരു 3, 3:30, 4 മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് എടുക്കാവും.